നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള 300ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തുർക്കിയിൽ 300ഓളം അറസ്റ്റുകളാണ് നിലവിൽ തുർക്കിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32 പ്രവിശ്യകളിലുടനീളമുള്ള പരിശോധനകളിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് ആഭ്യന്തരമന്ത്രി അലി യെർലിഖായ പറയുന്നുണ്ട്. ഗാസയിലുണ്ടായ ആ യുദ്ധ സമയത്തും സർക്കാർ കെട്ടിടങ്ങൾക്ക് സമീപം ബോംബ് പൊട്ടിത്തെറിച്ചതിനും ശേഷം ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ ഒരു നടപടികളുമായി തുർക്കി മുന്നോട്ട് പോവുകയായിരുന്നു. രാജ്യത്തെ 3 പ്രധാനപ്പെട്ട നഗരങ്ങളായ അങ്കാറ, ഇസ്താംബുൾ, ഇസ്മിർ എന്നിവിടങ്ങളിലാണ് ഭൂരിഭാഗം ആളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കൂടി ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. തടവിലാക്കപ്പെട്ട ഇവരൊക്കെ തുർക്കി സ്വദേശികൾ തന്നെയാണോ എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. എന്തായാലും രാജ്യത്തുടനീളം ഒരേ സമയത്താണ് ഓപ്പറേഷൻ നടന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്തായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ ഓപ്പറേഷൻ നടന്നത്. പോലീസ് അപ്പാർട്ട്മെന്റുകളിലും കെട്ടിടങ്ങളിലും പ്രവേശിക്കുന്നതിന്റെയും സംശയിക്കുന്നവരെ വാഹനങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന്റെയും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഈ മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു അറസ്റ്റിന് തുർക്കി എന്ന രാജ്യം സാക്ഷ്യമായിരിക്കുന്നു. അത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ തന്നെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ശക്തമായതിനു ശേഷം പല രാജ്യങ്ങളിലും ഭീകരവാദികൾ തലപൊക്കിയിരുന്നു. അത്തരത്തിൽ തുർക്കിയിലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ശല്യം ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഇവിടെ ഭീകരവാദികൾക്കെതിരെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമായാണ് നിലവിൽ ഈ വ്യാപക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 300ഓളം ആളുകളാണ് നിലവിൽ തുർക്കിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.